ഞാനൊരു തവണ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ചെക്കൻ എന്റെ കാറിന് കൈ നീട്ടി. 17 വയസ്സുള്ള +2 പഠിക്കുന്ന ഒരു മോൻ, നല്ല ആരോഗ്യമുള്ള സുന്ദരനായൊരു മോൻ. അവനങ്ങനെ സംസാരിക്കുമ്പോൾ അവന് വിക്കുണ്ട്, സംസാരിക്കാൻ പ്രയാസമുണ്ട്. എന്നാലും വിക്കോടെ തപ്പിത്തടഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചത്, ഉസ്താദേ ഞാനും കാറിൽ കയറിക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു കേറിക്കോ എന്ന് പറഞ്ഞു. കാറിൽ കയറി കാറ് മുന്നോട്ട് പോകുമ്പോ അവനോട് ഞാൻ അവന്റെ പേര് ചോദിച്ചു, നാട് ചോദിച്ചു, എത്രയിലാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. എല്ലാം അവൻ പറഞ്ഞു തന്നു. +2 പഠിക്കുന്നു, 17 വയസ്സുള്ള മോൻ. ഞാൻ ചോദിച്ചു, മോനെ നീ ഇപ്പോൾ എവിടുന്നാ വരുന്നത് എന്ന്. അവൻ പറഞ്ഞു ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് നിന്നാണ്, ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് നിന്നാ വരുന്നത്. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉമ്മ മരിച്ചിട്ട് 1 വർഷമായി, ഉമ്മാന്റെ ആണ്ട് ദിനമാണിന്ന്. അവിടെ ചെന്ന് യാസീനോദി ദുആ ചെയ്തിട്ട് വരികയാണ്. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പയോ? ഉപ്പ മരിച്ചിട്ട് 3 വർഷമായി. ഞാൻ ചോദിച്ചു, മോനെ നീ ആരുടെ കൂടെയാ കഴിയുന്നത്? അവൻ പറഞ്ഞു ഉപ്പാപ്പയുടെ കൂടെയാണ്. ഞാൻ ചോദിച്ചു, ഉപ്പാപ്പാക്ക് എന്താ പണി? അവൻ പറഞ്ഞു ഉപ്പാപ്പാക്കൊരു പണിയുമില്ല, ഉപ്പാപ്പ രോഗിയാണ്, വീട്ടിൽ കഴിയുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ അപ്പോൾ ചെലവ് ഭക്ഷണം അത് കഴിയുന്നത് എങ്ങനെയാണ്? അവൻ പറഞ്ഞത് അയൽവാസികൾ കൊണ്ടുതരുമെന്ന്. സുബ്ഹാനല്ലാഹ്, അയൽവാസികൾ ഭക്ഷണം കൊണ്ടുതരുമെന്ന് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഞാൻ അവനോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. മഗ്രിബിനോടടുത്ത സമയം അവൻ പറഞ്ഞു, ഉസ്താദേ വണ്ടി സൈഡാക്കി, എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തിയിട്ടുണ്ടോ? ഞാൻ വണ്ടി സൈഡാക്കി നിർത്തിയപ്പോ ആ വണ്ടിയിൽ നിന്നിറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ആ പൊന്നുമോൻ ചോദിക്കുകയാണ്, ഉസ്താദേ ഞാനൊരു കാര്യം ചോദിച്ചാൽ പ്രയാസമാവോ? ഞാൻ പറഞ്ഞു ഇല്ല ഉസ്താദെ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു, എടാ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത നീ എന്നോട് എന്ത് ചോദിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, നിനക്കെന്താ വേണ്ടത് എന്ന്. അന്നേരം അവൻ പറയാണ്, ഉസ്താദെ ഒരു ചിക്കൻ വാങ്ങിത്തരോ, ഒരു കോഴി വാങ്ങിത്തരോ? ഞാൻ ചോദിച്ചു അതെന്തിനാണ്? അതിന്ന് രാത്രി കറി വെക്കാൻ വീട്ടിലൊന്നുമില്ല, ഞാൻ വരുന്നതും കാത്തുപ്പാപ്പ വീട്ടിലിരിക്കുന്നുണ്ടാകും, ഉപ്പാപ്പ വീട്ടിലിരിക്കുന്നുണ്ടാകും. എനിക്കാണെങ്കിൽ കുറെ ദിവസമായി ഒരു കോഴി തിന്നണമെന്നൊരാഗ്രഹം. ചോദിക്കാൻ ഉപ്പയും ഉമ്മയും എൻ്റെ അടുത്തില്ലല്ലോ, നിങ്ങളൊരു ഉസ്താദായതുകൊണ്ട് ചോദിച്ചതാണ്. അല്ലാഹു അല്ലാഹു അല്ലാഹ്, ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം വന്നപ്പോ അതൊന്ന് ചോദിച്ചു വാങ്ങാൻ ഉപ്പയും ഉമ്മയും അടുത്തില്ലാത്തൊരു മോൻ. അങ്ങനെ എത്ര മക്കളുണ്ടാകും. പക്ഷെ ഈ സദസ്സിലിരിക്കുന്ന കുട്ടികളോട്, ആൺകുട്ടികളോട്, പെൺമക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിച്ചതെല്ലാം വാങ്ങിത്തരാൻ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ ഉമ്മയുണ്ട്, നിങ്ങളുടെ ഉപ്പയുണ്ട്. അതുകൊണ്ട് ആ ഉപ്പാനുമ്മാന്റെ വില നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ ആ ഉപ്പാന്റെ ഉമ്മാന്റെ വില അറിയുന്ന ദിവസം വരാനുണ്ടോ? ആ ഉപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന സമയം വരാനുണ്ടോ? ഉമ്മാനെ കുറിച്ചുള്ള ചിന്തകൾ വരുന്ന നേരത്തെ ഖൽബ് പിടയുന്ന സമയം വരാനുണ്ടോ? അതേതാണ് നേരമെന്നറിയോ? നിന്റെ വീടിന്റെ സെന്റർ ഹാളിൽ നിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ മയ്യത്ത് കാണുന്ന ദിവസം. അന്ന് നീ ഒരുപാട് കരയും. മക്കളെ, നിനക്കൊരു ഫോൺ കോൾ വരാനുണ്ട്, നിനക്കൊരു ഫോൺ കോൾ വരാനുണ്ട്. പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടോ ബേജാറോടെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് നീ നിന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ആ വീട്ടിലെത്തുന്നതിന്റെ മുമ്പ് നീ കാണുന്നതു നിന്റെ വീടിന്റെ മുന്നിൽ കുറെ അയൽവാസികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? നിനക്കാകെ പേടിയാവാൻ തുടങ്ങി. പടച്ചോനെ, ഇതെന്താ വീട്ടുമുറ്റത്ത് അയൽവാസികളൊക്കെ തടിച്ചുകൂടി നിൽക്കുന്നു. ബേജാറോടെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് നിന്റെ വീടിന്റെ സെന്റർ ഹാളിലും ഒരു വെള്ള തുണിയിൽ ഒരു മയ്യത്ത് പുതഞ്ഞു കിടക്കുന്നു. അല്ലാ, നിന്റെ ചങ്കിടിപ്പ് കൂടുകയാണ്.
പടച്ചവനെ ഇതാരാ മരിച്ചത്, എന്റെ വീട്ടിൽ നിന്ന് ആരാ മരണപ്പെട്ടതോ, നീ പെട്ടെന്ന് ചെന്ന് ആ മയ്യത്തിന്റെ തലഭാഗത്തുള്ള വെള്ളത്തുണി തുറന്നു നോക്കുമ്പോ നീ കാണുന്നത് ജീവനില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മാന്റെ മുഖമാണ്. മരിച്ചു കിടക്കുന്ന നിന്റെ ഉപ്പാനെയാ നീ കാണുന്നതോ. അന്ന് നീ ഒരുപാട് കരയും. അന്ന് നീ ആ ഉപ്പാന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കും. മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് നീ മുത്തം കൊടുക്കും. ആർക്ക് വേണം നിന്റെ മുത്തം? ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കൊരു മുത്തം കൊടുക്കൂ. ജീവിച്ചിരിക്കുന്ന ഉപ്പാന്റെ നെറ്റിയിൽ ചേർത്തു പിടിച്ചൊരു ചുംബനം നൽകൂ. അവരോടുള്ള നിന്റെ സ്നേഹം നീ ഒന്ന് പ്രകടിപ്പിക്കൂ. നീ കാരണം എപ്പോഴെങ്കിലും അവരുടെ മനസ്സ് വേദനിച്ചു പോയിട്ടുണ്ടെങ്കിലും ഉപ്പാ ഉമ്മാ ഈ മോളെ കൊണ്ട് ഈ മകൻ കാരണം എന്തെങ്കിലും ഒരു വേദന വന്നു പോയിട്ടുണ്ടെങ്കിലോ, ഞാൻ കാരണം എന്റെ ഉപ്പാക്ക് വല്ല പ്രയാസങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിലോ ഒന്ന് മാപ്പ് തരണേ, ഒന്ന് പുറത്തു തരണേ എന്ന് നിന്റെ മാതാപിതാക്കളോട് പറയാൻ നിനക്ക് കഴിയണം. നിന്റെ മനസ്സിലുള്ള സ്നേഹം നീ നന്നായി പ്രകടിപ്പിക്കണം. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മാക്ക് ഞങ്ങളെ ഉപ്പാക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലോ. മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തം നേടുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ. മാതാപിതാക്കളുടെ പൊരുത്തക്കേട് സമ്പാദിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയും ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ.